Hello. Welcome to market discussion of the day. Today, April 29, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പുതിയൊരു ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ പുതിയ ബാച്ചുകൾ ഫ്രീ ആയിട്ട് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്രീ മലയാളം ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. രാത്രി 7:30 മണിക്കും 10:30 മണിക്കും ആയിരിക്കും നമ്മളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, അത് മാത്രമല്ല 1 മാസം നീണ്ടു നിൽക്കുന്ന പെയ്ഡ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സും വ്യാഴാഴ്ച മെയ് 1 തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു ഹൈബ്രിഡ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഹൈബ്രിഡ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി നമുക്ക് ടെക്നിക്കലും പകുതി നമുക്ക് ഫണ്ടമെൻ്റലുമായിട്ട് കണക്കാക്കി പോകാവുന്നൊരു ദിവസമാണ് അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ന്യൂസുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് നമുക്ക് ഹൈ ഇമ്പോർട്ടൻ്റ് ഡേറ്റ എന്ന് പറയാനായിട്ടുള്ള ഡേറ്റാസ് ഒന്നുമില്ല. യൂറോ സോണിൽ നമുക്ക് കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. 10 മണിക്ക് UK ടൈമിംഗ് 10 മണിക്കാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് 2:30 മണി, അതായത് ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്താണ് ഈ ന്യൂസ് വരുന്നത്. UK ടൈമിംഗ് 3 മണിക്ക് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, CB കൺസ്യൂമർ കോൺഫിഡൻസ് ഉണ്ട്. ഇത് രണ്ടും വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയുള്ള ന്യൂസാണ്. പക്ഷേ നാളെ നമുക്ക് GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായത് കൊണ്ടിട്ട് നാളെ നമുക്ക് US എന്നുള്ള GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായത് കൊണ്ടിട്ട് ഈ ന്യൂസുകൾക്കൊക്കെ എത്രമാത്രം പ്രാധാന്യം ഉണ്ടാവും അല്ലെങ്കിൽ എത്രമാത്രം ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം അറിയില്ല. ചിലപ്പോൾ മാർക്കറ്റ് നാളത്തെ ന്യൂസിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും കൂടെ നമുക്ക് ന്യൂസുകളുടെ തലേന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ അതുകൊണ്ടിട്ട് എനിക്കറിയില്ല എത്രമാത്രം വോളറ്റാലിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ നാളത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു പോവാണ്. കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നാളെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ടൈമിംഗ് ഏകദേശം ഒരു 5 മണിക്കൊക്കെ ശേഷം JPYയിൽ റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. ഓക്കെ, അത് എക്സാക്ട്ലി എത്ര മണിക്കാണെന്നുള്ള കാര്യം നിങ്ങൾ അവിടുത്തെ കലണ്ടർ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. 2, 3, 4, 5, 5:30 മണി 5:20 ഈ റീറ്റെയിൽ സെയിൽസ് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് ആണേ. പിന്നീട് നമുക്ക് യൂറോ സോണിൽ നിന്ന് ജർമ്മനിയിലെ GDP അനൗൺസ്മെന്റ് ഉണ്ട്. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നീട് ഉച്ചയ്ക്കാണ് നമ്മളുടെ GDP അനൗൺസ്മെന്റ് ഫ്രം US-ന്റെ ന്യൂസും വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായ വോളറ്റാലിറ്റി, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. മാർക്കറ്റിനകത്ത് നിന്ന് മാറി നിൽക്കുക. ഇന്ന് രാത്രിക്കുള്ളിൽ ഓപ്പൺ പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. സോ നമ്മൾ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ എന്താണ് ടെക്നിക്കലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ഇന്നലെ ഞാൻ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു ചെറിയൊരു റീലും ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡിനെ പറ്റി അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡിനെ പറ്റി തന്നെ പറഞ്ഞു പോവാം. ഓക്കെ, ഗോൾഡ് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് മാർക്കറ്റ് നിന്നത് ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് 3280 ആ റേഞ്ചിലായിരുന്നു. ഞാൻ പെൻഡിങ് ഓർഡർ ഇട്ട് വെച്ചിരുന്നതായിരുന്നു. ഓക്കെ, അവിടുന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം വളരെ നല്ലൊരു പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലേ. സോ അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ഞാൻ റീൽ എടുത്തിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ മാർക്കറ്റ് ഡിസ്കഷൻ സമയത്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 3190 ഓക്കെ, അപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നുകൂടെ മാർക്കറ്റ് 3280 എത്തും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് 80 ഇന്ന് ഓൾമോസ്റ്റ് 3350 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 3315 ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്. എന്നിരുന്നാലും പല ആൾക്കാരും 3350 വരെ പ്രോഫിറ്റ് കൊണ്ടുപോയി ഓൾമോസ്റ്റ് ഒരു 500, 600, 700 പിപ്പിൻ്റെ പ്രോഫിറ്റ് വരെ ഇന്നലത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ എനിക്ക് ഇനിയും ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ഗോൾഡ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയുന്നത് 3280 ഇനിയും കിട്ടുമ്പോൾ വീണ്ടും അവിടുന്ന് ബൈ ചെയ്യാം. വേണമെങ്കിൽ ഒരു പെൻഡിങ് ബൈ ഓർഡർ ഇട്ട് വെക്കുന്നതൊന്നും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. 3280, 3275, 3270 ഇതാണ് ബൈ പോയിന്റ്.
ഓക്കെ, ഒന്നും കൂടെ മാർക്കറ്റ് അങ്ങോട്ട് കയറും അങ്ങോട്ട് വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിനെ വെയിറ്റ് ചെയ്യുക, ചാർട്ടിൻ്റെ നടുക്ക് കയറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് ഒന്നും കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ ജെ പി വൈയിലോട്ട് വരുമ്പോൾ ജെ പി വൈ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 142-ലാണ്. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 144 മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മാർക്കറ്റ് 10 മണിക്കുള്ള ക്യാൻഡിൽ 7 മണിക്കുള്ള ക്യാൻഡില് 143.81 റേഞ്ചിലായിരുന്നു. അതിനുശേഷമുള്ള ക്യാൻഡിൽ നമുക്ക് അവിടുന്ന് താഴോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 144 അവിടുന്ന് സെല്ലെടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 200 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 142 സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 142 സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കാനായിട്ടുള്ളൊരു ഇത് മാത്രമേ ഇന്ന് ജെ പി വൈയിൽ കാണുന്നുള്ളൂ. ജെ പി വൈ വീണ്ടും 144 പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിക്കാണണം. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ്സ് എല്ലാം 144 മുകളിലാണ് എന്നുള്ളത് ജെ പി വൈ അപ്പർ സൈഡിലോട്ട് പോകും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഓക്കെ, 142 കിട്ടിയാൽ വീണ്ടും ബൈ ചെയ്യുക, 144 കിട്ടിയാൽ വീണ്ടും സെല്ല് ചെയ്യുക. 142 താഴോട്ട് 144 മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് 148 വരെ പോകാനുള്ള പോസിബിലിറ്റിയും, 142 താഴെ പോയാൽ 140 സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചെയ്തില്ല എങ്കിൽ അതൊരു ലോങ്ങർ ടേം ഡൗൺ ട്രെൻഡിലോട്ട് പോയി 120 വരെ പോകാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ജെ പി വൈ തരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ 140 താഴോട്ട് പോയി 120 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഈ ട്രേഡ് വാർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നീണ്ടുപോയാൽ, ഇപ്പം ചൈന US തമ്മിലുള്ള ഒരു ട്രേഡ് വാർ നീണ്ടുപോയാൽ ഉറപ്പായിട്ടും ജെ പി വൈ താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വാറിൻ്റെ കാര്യത്തിനകത്ത് റഷ്യ ഉക്രൈൻ വാറിനകത്ത് താൽക്കാലികമായ സീസ് ഫയർ വേണം എന്നുള്ള ആവശ്യമായിട്ടൊക്കെ ഉക്രൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പുറമെ നമ്മുടെ ചൈനയും അതേപോലെ ഫ്രാൻസും ഒക്കെ ആയുധം വിറ്റുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. സോ അതൊക്കെ എന്തായി തീരും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13979 എന്ന് പറയുന്ന റേഞ്ചിലാണ്. എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യൂറോ നമുക്ക് താഴെ വരുമ്പോൾ ഒരു ലോങ്ങർ ടേമിലോട്ട് നോക്കുകയാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ 1.100 കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ ഇന്നത്തെ എല്ലാ ക്യാൻഡിൽസും 1.400 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊരു ആശ്വാസമാണ്, അല്ലെങ്കിൽ താഴോട്ട് പോകും എന്നുള്ളൊരിൻ്റെ സൂചനയാണ് അല്ലേ. ഈവൻ ഓക്കെ, സോ ഈ ക്യാൻഡിലൊക്കെ ആക്ച്വലി ഏഷ്യൻ ഓപ്പണിംഗ് ക്യാൻഡിലൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം 1.1400 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് വന്നാൽ 1.100 അവിടുന്ന് ബൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടുന്ന് സെല്ലെടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈവൻ നമുക്ക് 10 മണിക്കുള്ള മാർക്കറ്റ് ടൈമിംഗ്, അതായത് ഏഷ്യ ക്ലോസിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ ടൈമിംഗ് 2:30 മാർക്കറ്റ് ടൈമിങ്ങിലും 1.1400 താഴെയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുന്ന രീതിയിലുള്ളൊരു ഒരു സെല്ല് എൻട്രി വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 1.100 എത്തിയാൽ ബൈ ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.341800 ആ ഒരു ലെവലിലാണ്. ഓക്കെ, മാർക്കറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റ് ടൈമിങ്ങിലും 1.3400 മുകളിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഏഷ്യൻ മാർക്കറ്റും കൂടെ ഓപ്പൺ ആയതിന് ശേഷം മാർക്കറ്റ് ഒന്നും കൂടെ റീട്രേസ് ചെയ്ത് 1.300 വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് വിശ്വാസമുള്ളത്. പക്ഷേ ഇവിടുന്ന് സെല്ലെടുക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മാർക്കറ്റ് അടുത്ത ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനും
ഇവിടുന്ന് നമുക്ക് ബൈ ഒന്നും എടുക്കണ്ട. ഇവിടുന്ന് അടുത്തൊരു മാർക്കറ്റ് ഓപ്പണിംഗ് ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്തും 1.3400 താഴെയാണ് എങ്കിൽ, മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഒരു സെല്ലെടുത്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ചെറിയ ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സെല്ലെടുത്ത് കഴിഞ്ഞാൽ അധികം നേരം അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞു 1.300 നമുക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ 1.300 എത്തുമല്ലോ എന്ന് വിചാരിച്ച് ബൈ എടുക്കരുത്. ഓക്കെ, ഞാൻ സെല്ലെടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അത് ഷോർട്ട് ടേം സെല്ലായിരിക്കും. ഓക്കെ, ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം ഉള്ളൊരു സെല്ലായിരിക്കും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും ഞാൻ സെല്ലെടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. എന്താ പറയുക, എന്തായാലും ഇപ്പം നമ്മൾ ഗോൾഡിൽ 2280 ബൈ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇടരുത് എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ. സ്റ്റോപ്പ് ലോസ് ഇടണം 3270 താഴെയായിട്ട്. ഓക്കെ, 64 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റിയാൽ അത്രയും റിസ്ക് അപ്പറ്റൈറ്റ് ഉള്ള ആൾക്കാർക്ക് അവിടുന്ന് 64 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനായിട്ട് എത്ര ചാൻസ് കുറവാണ്. എന്നാലും അടിച്ചു പോകത്തില്ല എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ, മാർക്കറ്റാണ്. അപ്പം അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, JPYയിൽ 142 ബൈ എടുക്കുന്ന ആൾക്കാർ 141.50 താഴെ സ്റ്റോപ്പ് ലോസ്, 144 സെല്ലെടുക്കുന്ന ആൾക്കാർ 144.50 മുകളിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടത്. യൂറോയിൽ 1.1400 അവിടെ നിന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 1.14 വേണമെങ്കിൽ ടൈറ്റായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 1.1430 മുകളിലായിട്ട് വെക്കാം. സേഫായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.1460 മുകളിലായിട്ട് വെക്കാം. ഓക്കെ, GBP ആണെങ്കിലും 1.3400 താഴെയായിട്ട് സെല്ലെടുക്കുന്ന ആൾക്കാർക്ക് 1.3460 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി നമുക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് താഴെ വരുമ്പോൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റിയും അതിൻ്റെ സ്റ്റോപ്പ് ലോസുകളും നമുക്ക് അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യം ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് കൊടുക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ആൾക്കാരാണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടിട്ട് തന്നെ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. അവരുടെ അടുത്ത് ക്ലാസ്സിനെ കുറിച്ചുകൂടെ മെൻഷൻ ചെയ്യുക. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാനായിട്ടുള്ള കാര്യങ്ങളുടെ പറയുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ക്ലാസ്സിന് കയറണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. 7:30 നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, 10:00 നമ്മുടെ സെക്കൻഡ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, രണ്ടും സെയിം ടോപ്പിക്സ് ആയിരിക്കും പറഞ്ഞു പോകുന്നത്. സീരിയസ് ആയിട്ട് കയറണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.